മലയാളികളോട് തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ 5 പേരിൽ ഒരാൾ പറയുന്ന പേര് കലഭം മണിയുടേതാകും. ഇനിയും ചെയ്യാൻ ഏറെ ബാക്കി വെച്ച് അദ്ദേഹം ഈ എന്നേന്നേക്കുമായി മറഞ്ഞിട്ട് ഇന്ന് 10 വർഷത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും മണിയോടുള്ള ഇഷ്ടം മലയാളികൾക്ക് ഇന്നും അതുപോലുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ സിനിമാ ആസ്വാദകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. അതിലൊന്നാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ മണിയുടെ ആ കഥാപാത്രം. ചിത്രത്തിൽ നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നുവെന്ന് വീണ്ടും പറയുകയാണ് സംവിധായകൻ മണി അഭിനയൻ. കലാഭവൻ മണിയുടെ 10ാം ചരമവാർഷികയോട് അനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിനയൻ. അന്ന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് മോഹൻലാലിന്റെ വാനപ്രസ്ഥം ആയിരുന്നുവെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായും മണിക്ക് തന്നെ നാഷണൽ അവാർഡ് ലഭിക്കുമെന്നും വിധേയൻ പറയുന്നു. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷാജിയൻ കരൺ സംവിധാനം ചെയ്ത ചിത്രം, മോഹൻലാൽ എന്ന മഹാനടൻ ചെയ്ത ചിത്രം വാനപ്രസ്ഥമായിരുന്നു കഷ്ടകാലത്തിന് ഓപ്പോസിറ്റ് വന്നത്. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും മണിക്ക് കിട്ടിയേനെ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ പ്രകടനത്തിന് മണിക്ക് നാഷണൽ അവാർഡ് കിട്ടിയേനെ. പക്ഷേ അന്ന് ഓപ്പോസിറ്റ് വന്ന പടം ഏറ്റവും വലിയ ക്ലാസിക് ചിത്രമായി പോയി എന്നായിരുന്നു വിനയന്റെ വാക്കുകൾ. 1999 വിനയൻ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. മണി, സായികുമാർ, പ്രവീണ, കാവേരി, വാണി വിശ്വനാഥ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാഴ്ചയില്ലാത്ത രാമു എന്ന കഥാപാത്രമായാണ് കലാഭവൻ മണി ചിത്രത്തിൽ അവതരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രകടനം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അത്രയും സൂക്ഷ്മതയോടെ ആയിരുന്നു ആ കഥാപാത്രത്തിലേക്ക് മണി ആഴ്ന്നിറങ്ങിയതും.